ഫ്രണ്ട്ലി PSC ആര്യ. അപ്പോ LP UPക്ക് വേണ്ടിയിട്ട് നമ്മൾ CRT സയൻസ് ഓരോ ക്ലാസ് വീതം എടുത്തുകൊണ്ടിരിക്കുകയാണ്. 3ാം ക്ലാസ് മുതൽ 4, 5, 6 പാർട്ട് 1 വരെ എടുത്തിട്ടുണ്ട്. കാണാത്തവർ നമ്മുടെ പ്ലേലിസ്റ്റ് നോക്കി ക്ലാസ്സുകളൊക്കെ കാണുക. വളരെ സിമ്പിൾ ആയിട്ട് എടുത്തേക്കുന്നത്. ഇന്ന് നമ്മൾ സയൻസ് പാർട്ട് 2 ആണ് എടുക്കുന്നത്. 2ൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഒന്നിച്ച് നിലനിൽക്കാം, ആകർഷിച്ചും വികർഷിച്ചും, തിങ്കളും താരങ്ങളും, ചേർക്കാം പിരിക്കാം, രൂപത്തിനും ബലത്തിനും എന്നതാണ്. അതുപോലെ മലയാളത്തിന്റെ ഭാഷാപര LP UPക്കാർക്ക് ഇപ്പോൾ മോക്ക് ടെസ്റ്റ് നടത്തുന്നുണ്ട്. ഫ്രണ്ട്ലി PSC ടെലഗ്രാമിൽ ജോയിൻ ചെയ്താൽ മതി. പഠിക്കാനുള്ള ടോപ്പിക്ക് ലിങ്കും അതിൽ കൊടുത്തിട്ടുണ്ട്. ഒന്നിച്ച് നിലനിൽക്കാം എന്ന ടോപ്പിക്കില് ആവാസ വ്യവസ്ഥയും കാര്യങ്ങളുമാണ് പറയുന്നത്. എന്താണ് ആവാസ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ? ഒരു ജീവി ജീവിക്കുന്ന പ്രകൃതിദത്തമായ ചുറ്റുപാടിനെയാണ് അതിന്റെ ആവാസം എന്ന് പറയുന്നത്. അപ്പൊ ഒരു ജീവി ജീവിക്കുന്ന പ്രകൃതിദത്തമായ ചുറ്റുപാട് എന്തൊക്കെ കാണും? ഇപ്പൊ ഒരു ജീവി മാളത്തിലാണ് താമസിക്കുന്നതെങ്കിൽ അതിന് താമസിക്കാനുള്ള ഗുഹ കാണും. ഇപ്പൊ പോതിലാണെങ്കിൽ മണ്ണിന്റെ ഒരു ദ്വാരത്ത് അതൊക്കെ കാണും. വെള്ളം കുടിക്കാനായിട്ട് അത് പുഴ കാണും. അപ്പോ അതുപോലെ മറ്റ് ജീവികൾ കാണും. അതായത് അതിന്റെ ചുറ്റുപാടിൽ ജീവനുള്ളതും ജീവനില്ലാത്തതുമായ ഒത്തിരി കാര്യങ്ങളില്ലേ? അതായത് അതിന്റെ ആവാസ വ്യവസ്ഥയില് ജീവീയ ഘടകങ്ങളും അജീവീയ ഘടകങ്ങളും ഉൾപ്പെടുന്നു. അപ്പോ ഇത്തരത്തിൽ ജീവി അജീവീയ ഘടകത്തിന്റെ പരസ്പര ബന്ധത്തിലൂടെയല്ലേ ജീവികൾക്ക് ആവാസ വ്യവസ്ഥയിൽ നിലനിൽക്കാൻ പറ്റുള്ളൂ? വളരെ ഒരു മുൻകാല ചോദ്യമാണ്. ഭക്ഷ്യശൃംഖലയിലെ ആദ്യ കണ്ണി ആരായിരുന്നു? ഹരിതസസ്യമാണ്. കാരണം ഹരിതസസ്യങ്ങൾ ആഹാരം ഉൽപ്പാദിപ്പിക്കുന്നു. അത് കഴിച്ചാണ് മറ്റു ജീവികൾ ജീവിക്കുന്നത്. അപ്പൊ ഭക്ഷ്യശൃംഖലയിലെ ആദ്യത്തെ ആളെന്ന് പറയുന്നത് ആരാണ്? ഹരിതസസ്യമാണ്. അവസാന കണ്ണി എന്ന് പറയുന്നത് പൊതുവെ മാംസഭോജികളായിരിക്കും. പിന്നെ ഇതിന്റെ ഇടയ്ക്കുള്ളതെന്ന് പറയുന്നത് സസ്യം കഴിക്കുന്നവരും മാംസം കഴിക്കുന്നവരുമായിരിക്കും. ഇപ്പൊ ഒരു ഹരിതസസ്യത്തെ കഴിക്കുന്ന മുയലിനെ കഴിക്കുന്ന കുറുക്കൻ, പിന്നെ പുലി, അങ്ങനെ പോകും. അപ്പൊ ഇടയ്ക്കുള്ളത് മിക്സഡ് ആയിട്ടായിരിക്കും വരുന്നത്. ഈ കാണിച്ചിരിക്കുന്നതിൽ പലതരം ഭക്ഷ്യശൃംഖലകൾ കാണാം. പുല്ല് മുയൽ തിന്നുന്നു. മുയലിനെ സിംഹമോ പുലിയോ മനുഷ്യനോ തിന്നുന്നു. അതൊരെണ്ണം. ഇനി അടുത്തത് പുല്ല് മാൻ തിന്നുന്നു. മാനിനെ സിംഹമോ പുലിയോ തിന്നുന്നു. ആയി. ഇനി പുല്ല് പുഴു തിന്നും. പുഴുവിനെ കോഴി തിന്നും. കോഴിയെ കുറുക്കൻ തിന്നും. അല്ലെ? അപ്പൊ ഇങ്ങനെ പലതരം ഭക്ഷ്യശൃംഖലകളൊക്കെ കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു ഡയഗ്രത്തിൽ റെപ്രസെന്റ് ചെയ്തേക്കാണ്. ഇതിന് പറയുന്ന പേരെന്താണെന്നോ? അതായത് വിവിധ ഭക്ഷ്യശൃംഖലകള് ഒന്നിച്ചു ചേർന്നുണ്ടാകുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഭക്ഷ്യശൃംഖലാജാലം അഥവാ വെബ് എന്ന് പറയുന്നത്. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. വിവിധ ഭക്ഷ്യശൃംഖലകൾ ഒന്നിച്ചു ചേർന്നുണ്ടാകുന്നതിന് പറയുന്നതാണ് എന്ത്? ഭക്ഷ്യശൃംഖലാജാലം അഥവാ ഫുഡ്. അപ്പൊ പ്രകൃതിയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ എന്ത് കാണാം? ഭക്ഷ്യശൃംഖലാജാലം കാണാം. ഹരിതസസ്യങ്ങള് ഭക്ഷ്യശൃംഖലയിലുള്ളവരാണ്. ഹരിതസസ്യങ്ങളാണ് ഭക്ഷണം ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പൊ സ്വയം ഭക്ഷണം ഉൽപ്പാദിപ്പിക്കുന്ന ഇവരെ നമ്മൾ പറയുന്ന പേരാണ് ഉൽപാദകർ അഥവാ പ്രൊഡ്യൂസേഴ്സ്. ആഹാരത്തിനായിട്ട് മറ്റു ജീവികളെ ആശ്രയിക്കുന്ന ജീവികളുണ്ടല്ലോ. ഇപ്പൊ ആഹാരത്തിനായിട്ട് മുയൽ വന്ന് പുല്ല് തിന്നും. അപ്പൊ മുയൽ എന്നൊക്കെ പറയുന്നത് എന്താണ്? പുല്ല് കൺസ്യൂം ചെയ്യുന്നവരാണ് അഥവാ ഉപയോഗിക്കുന്നവരാണ്. അവർക്ക് പറയുന്ന പേരാണ് ഉപഭോക്താക്കൾ അഥവാ കൺസ്യൂമേഴ്സ്. അപ്പൊ ആഹാരത്തിനായിട്ട് മറ്റു ജീവികളെ ആശ്രയിക്കുന്ന ജീവികളെയാണ് ഉപഭോക്താക്കൾ അഥവാ കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത്. ഹരിതസസ്യം എപ്പോഴും എന്താണ്? ഉൽപാദകരാണ്. വിഘാടകർ അഥവാ ഡീകമ്പോസേഴ്സ്. ജൈവാവശിഷ്ടങ്ങളെ വിഘടിപ്പിച്ച് മണ്ണിനോട് ചേർക്കുന്നവരാണ് ആര്? ബാക്ടീരിയയും ഫംഗസ് തുടങ്ങിയ സൂക്ഷ്മജീവികൾ. ഇവരെ നമ്മൾ എന്ത് പറയും? വിഘടിപ്പിക്കുന്നതുകൊണ്ട് ഇവരെ നമുക്ക് വിഘാടകർ അഥവാ ഡീകമ്പോസേഴ്സ് എന്ന് പറയാലോ. അപ്പൊ വിഘാടകരുടെ പ്രവർത്തന ഫലമായിട്ടാണ് ജൈവാവശിഷ്ടങ്ങൾ വിഘടിക്കുന്നത്. അപ്പൊ ഇങ്ങനെ വിഘടിക്കുമ്പോൾ ഉണ്ടാകുന്ന പോഷക ഘടകങ്ങൾ ഉണ്ടല്ലോ, ഇത് ഉപയോഗിച്ച് സസ്യങ്ങൾക്ക് വീണ്ടും വളരാൻ പറ്റും. ഇവിടെ ഒരു ശൃംഖല കാണിച്ചേക്കാണ്. പുല്ല്, അതായത് ഹരിതസസ്യങ്ങള് ഉൽപാദകരാണ്. അവരെ ആഹാരമാക്കുന്ന ഉപഭോക്താക്കള്. ആ ഉപഭോക്താക്കള് മരിക്കുമ്പോൾ ചത്തുപോകുമ്പോ എന്ത് ചെയ്യും? അതില് വിഘാടകര് പ്രവർത്തിക്കും. അതിന്റെ ഫലമായിട്ട് കുറെ പോഷക ഘടകങ്ങൾ ഇത് ഇവിടെ റിലീസ് ചെയ്യും. അത് റിലീസ് ചെയ്യുന്നത് വീണ്ടും ആര് എടുക്കുകയാണ്? ഉൽപാദകര് എടുക്കുകയാണ്. ഇനിയിപ്പോ ഉൽപാദകര് മരിച്ചാലും എന്ത് ചെയ്യും? അതിനെ വിഘാടകര് വിഘടിപ്പിച്ചിട്ട് പോഷക ഘടകമാക്കി മാറ്റും. അത് ഹരിതസസ്യം വീണ്ടും ഉപയോഗിക്കുകയാണ്. ഈ ടോപ്പിക്കിൽ പ്രധാന സംഗതികള് ആകർഷിച്ചും വികർഷിച്ചും ഇതെ പറ്റിയാണ് അതിൽ പറയുന്നത്. കാന്തം ആകർഷിക്കുന്ന വസ്തുക്കളെ നമ്മൾ കാന്തിക വസ്തുക്കൾ അഥവാ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്നാണ് പറയുന്നത്. കാന്തം ആകർഷിക്കാത്തവയെ അകാന്തിക വസ്തുക്കൾ അഥവാ നോൺ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്നും പറയും. ഇരുമ്പ്, നിക്കൽ, കൊബാൾട്ട്, ഉരുക്കൊക്കെ കാന്തിക വസ്തുക്കളാണ്. ഇനി കാന്തം കണ്ടെത്തിയ കഥയിൽ പറയുന്നത് ഗ്രീക്കുകാരനായ മാഗ്നസ് എന്നൊരു ആട്ടിടയൻ സമീപത്തുള്ള കുന്നിൽ കൂടെ ആടിനെ കൊണ്ട് നടക്കുകയായിരുന്നു. അയാളുടെ കയ്യിൽ ഒരു വടി ഉണ്ടായിരുന്നു. വടിയുടെ അറ്റത്ത് ഒരു ഇരുമ്പ് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഇരുമ്പ് കഷ്ണം ഉണ്ടായിരുന്നു. അയാൾ ഒരു കല്ലിൽ കൂടെ നടന്നപ്പോൾ ആ കല്ല് അയാളുടെ ഇരുമ്പ് വടിയെ ആകർഷിക്കാൻ തുടങ്ങി. ആ കല്ലിന് പറഞ്ഞ പേരാണ് ലോഡ് സ്റ്റോൺ എന്ന്.
പിന്നീട് ഇത്തരം പാറകളെ ഗ്രീക്കുകാര് എന്ത് വിളിച്ചു? മാഗ്നറ്റൈറ്റ് എന്ന് വിളിച്ചു. അപ്പൊ ഗ്രീക്ക് ടേം ആണ് മാഗ്നറ്റൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ലോഡ് സ്റ്റോണ് പിന്നെ മാഗ്നറ്റൈറ്റ് എന്ന് വിളിച്ചു. അപ്പൊ ഇവയാണ് എന്ത്? പ്രകൃതിയിലെ കാന്തങ്ങളിൽ ലോഡ് സ്റ്റോണുകൾ. പിൽക്കാലത്ത് ഇരുമ്പ്, ഉരുക്ക് തുടങ്ങിയ വസ്തുക്കൾ ഉപയോഗിച്ച് കാന്തം നിർമ്മിക്കാനും തുടങ്ങി. ഇത്തരം കാന്തങ്ങളെ നമ്മൾ എന്താ പറയാ? കാന്തങ്ങൾ എന്നാ പറയാ. അപ്പൊ നാച്ചുറൽ ആയിട്ട് കിട്ടുന്ന കാന്തത്തിന് ഉദാഹരണം ലോഡ് സ്റ്റോൺ ആണ്. ഇമ്പോർട്ടന്റ് ആണ്. ലോഡ് സ്റ്റോൺ ആണ്. നമ്മൾ കൃത്രിമമായിട്ട് നിർമ്മിക്കുന്ന കാന്തം എന്തൊക്കെ ഉപയോഗിച്ച്? ഇരുമ്പ്, ഉരുക്കൊക്കെ ഉപയോഗിച്ചിട്ടാണ്. കൃത്രിമ കാന്തം എന്നും പറയും. അത് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ്. അൽ നിക്കോ എന്ന ലോക സങ്കരത്തില് എന്തൊക്കെയുണ്ട്? ഇരുമ്പിന്റെ കൂടെ എന്തൊക്കെ ഉപയോഗിക്കും? അലുമിനിയം. അൽ നിക്കോ എന്നല്ലേ പറഞ്ഞേ? അലുമിനിയം, നിക്കൽ, കോബാൾട്ട്. അപ്പൊ ഏരിയ തന്നെ കിട്ടും അൽ നിക്കോ. അപ്പൊ ഇരുമ്പിന്റെ കൂടെ അലുമിനിയം, നിക്കലും, കോബാൾട്ട് എന്നീ ലോഹങ്ങൾ ചേർത്താണ് എന്തുണ്ടാക്കുന്നത്? എന്ന ലോഹസങ്കരം ഉണ്ടാക്കുന്നത്. ഈ ലോഹസങ്കരം ഉപയോഗിച്ചിട്ടാണ് കാന്തങ്ങൾ നിർമ്മിക്കുന്നത്. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. പിന്നെ അത് കൂടാതെ നിയോഡിമിയം, സമേറിയം, എന്താണ്? നിയോഡിമിയവും സമേറിയം തുടങ്ങിയ പദാർത്ഥങ്ങളും കാന്ത നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നുണ്ട്. ഒരു കാന്തത്തിന് അതിന്റെ ശക്തി കൂടുതൽ എവിടാന്നറിയാവോ? അത് അഗ്രഭാഗത്താണ്. അഗ്രഭാഗത്തിന് പറയുന്ന പേരാണ് കാന്തിക ധ്രുവം. അപ്പൊ ഒരു കാന്തത്തിന് ഏറ്റവും ശക്തിയുള്ളത് അതിന്റെ സൈഡിലാണ്, അറ്റങ്ങളിലാണ്. അതിനാണ് പറയുന്നത് കാന്തിക ധ്രുവം അഥവാ മാഗ്നറ്റിക് പോൾ. കെട്ടിത്തൂക്കിയ, സ്വതന്ത്രമായിട്ട് കെട്ടിത്തൂക്കിയ ഒരു കാന്തം ഏത് ദിശയിൽ കാണപ്പെടും? തെക്ക് വടക്ക് ദിശയിൽ കാണപ്പെടും. തെക്ക് വടക്ക് ദിശയിൽ കാണപ്പെടും. ഇവിടെ പലതരം കാന്തങ്ങൾ കൊടുത്തേക്കാണ്. പിന്നെ ഒരു പോയിന്റ് പറഞ്ഞേക്കുന്നത്, കാന്തത്തിന്റെ ഒരേ തരം ധ്രുവങ്ങളെയാണ് നമ്മൾ സജാതീയ ധ്രുവങ്ങൾ എന്ന് പറയുന്നത്. വ്യത്യസ്ത തരം ധ്രുവങ്ങളെ വിജാതീയ ധ്രുവങ്ങൾ എന്നും പറയും. അപ്പൊ സജാതീയ ധ്രുവങ്ങൾ തമ്മിൽ വികർഷിക്കും. വിജാതീയ ധ്രുവങ്ങൾ തമ്മിൽ എന്താണ്? ഓപ്പോസിറ്റ് ആണെങ്കിൽ എന്ത് ചെയ്യും? അത് ആകർഷിക്കുകയും ചെയ്യും. കാന്തത്തിന്റെ ധ്രുവത്തിനോടടുത്ത ഭാഗങ്ങളിൽ കാന്തിക ശക്തി കൂടുതലും അകന്നു പോകുന്തോറും കാന്തിക ശക്തി കുറവായിരിക്കുമല്ലോ. കാന്തത്തിന് ചുറ്റും കാന്തിക ശക്തി അനുഭവപ്പെടുന്ന മേഖലയ്ക്ക് മൊത്തത്തിൽ പറയുന്നതാണെന്ത്? കാന്തിക മണ്ഡലം അഥവാ മാഗ്നറ്റിക് ഫീൽഡ്. ശക്തി എന്തോരമുണ്ട് അതിനെയാണ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. ഈ കാന്തം നമ്മൾ എവിടെയൊക്കെ ഉപയോഗിക്കും? ടിവിയിൽ ഉപയോഗിക്കും. പണ്ട് റേഡിയോ അഴിക്കുമ്പോൾ അതിന്റെ സ്പീക്കറിൽ മൊത്തത്തിലുള്ള കാന്തം ഉണ്ടായിരുന്നു. അതുപോലെ മെയ്ക്ക് സെറ്റ്, ഇതിലൊക്കെ ശബ്ദം പുറപ്പെടുവിക്കാനായിട്ട് സ്പീക്കർ ഉണ്ടല്ലോ, സ്പീക്കറിൽ കാന്തം ഉപയോഗിക്കാറുണ്ട്. പിന്നെ മൊബൈൽ ഫോണില്, ഹെഡ്ഫോണിൽ, ഇതിലൊക്കെ കാന്തമുണ്ട്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. സ്വതന്ത്രമായിട്ടൊരു കാന്തം തൂക്കിയിട്ടാൽ ഏത് ദിശയിലാണ് നിൽക്കുക? തെക്ക് വടക്ക് ദിശയിൽ. അടുത്ത ചാപ്റ്റർ ഭൂമി, സൂര്യൻ തുടങ്ങിയ കാര്യങ്ങളാണ്. തിങ്കളും താരങ്ങളും. ഭൂമി പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് ഭ്രമണം ചെയ്യുന്നു. ഭൂമിയുടെ ഈ കറക്കം മൂലമാണ് നമുക്ക് എന്തുണ്ടാവുന്നത്? രാത്രിയും പകലും ഉണ്ടാവുന്നത്. അപ്പൊ ഭൂമിയുടെ കറക്കത്തിന്റെ ഫലമായിട്ട് ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കടക്കുന്ന പ്രദേശത്തുകാർക്ക് എന്തായിരിക്കും? ഉദയമായിരിക്കും. വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടിലേക്ക് പ്രവേശിക്കുന്നവർക്ക് എന്തായിരിക്കും? അസ്തമയമായിരിക്കും. ഇനി ചന്ദ്രൻ ഭൂമിക്ക് ചുറ്റും പരിക്രമണം നടത്തുന്നത് 27 1/3 ദിവസം കൊണ്ടാണ്. അപ്പൊ ചന്ദ്രൻ ഭൂമിക്ക് ചുറ്റും പരിക്രമണം നടത്തുന്നത് 27 1/3 ദിവസം കൊണ്ടാണ്. പിന്നെ അർദ്ധചന്ദ്രൻ എന്താണ്? ചന്ദ്രനിൽ പ്രകാശം പതിക്കുന്ന ഭാഗത്തിന്റെ പകുതി ദൃശ്യമാകുകയാണെങ്കിൽ അത് അർദ്ധചന്ദ്രനാണ്. ഇനി ചന്ദ്രനിൽ പ്രകാശം പതിക്കുന്ന ഭാഗം മുഴുവൻ ഭൂമിക്ക് അഭിമുഖമായി വരികയാണെങ്കിൽ മുഴുവൻ കാണാൻ പറ്റും. അത് പൗർണമിയാണ്. ഇനി ചന്ദ്രന്റെ ഇരുണ്ട ഭാഗം ഭൂമിക്ക് അഭിമുഖമായി വരികയാണെങ്കിൽ നമുക്ക് വല്ലതും കാണാൻ പറ്റുമോ? ചന്ദ്രനെ കാണാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്താ പറയുക? അമാവാസ്യാന്ന് പറയും. അതായത് പരിക്രമണ പാതയിലെ ഈ ചന്ദ്രന്റെ പ്രകാശിതമായ ഭാഗവും നിഴൽ ഭാഗവും ഭൂമിയിൽ നിന്ന് കാണുന്നതിന്റെ വ്യത്യാസം മൂലമാണ്. ചിലപ്പോ കാണുന്ന കുറവായിരിക്കും, അല്ലെങ്കിൽ ഒന്നും കാണാൻ പറ്റില്ല, അല്ലെങ്കിൽ നന്നായിട്ട് കാണാൻ പറ്റും. ഇതിന്റെ ഫലമായിട്ടാണ് നമുക്ക് എന്ത് അനുഭവപ്പെടുന്നത്? ക്ഷയങ്ങൾ അനുഭവപ്പെടുന്നത്. അതുപോലെ അമാവാസിയിൽ നിന്ന് പൗർണമിയിലേക്ക് വരുന്നതനുസരിച്ച് ചന്ദ്രന്റെ പ്രകാശം കൂടിക്കൂടി വരുന്നത് നമുക്ക് കാണാമല്ലോ. ഇനി തിരിച്ചാണെങ്കിലോ, പൗർണമിയിൽ നിന്ന് അമാവാസിയിലേക്ക് വരുമ്പോൾ ചന്ദ്രന്റെ പ്രഭ കുറഞ്ഞു കുറഞ്ഞു വരുന്നത് നമുക്ക് കാണാം. അതുപോലെ ചന്ദ്രൻ ഭ്രമണം ചെയ്യുന്നുണ്ട്, പരിക്രമണവും ചെയ്യുന്നുണ്ട് ഭൂമിയെ. അപ്പൊ ഈ ചന്ദ്രൻ 27 1/3 ദിവസം എടുത്തിട്ടാണ് ഭ്രമണം നടത്തുന്നതും പരിക്രമണം നടത്തുന്നതും. സെയിം ആണ് എടുക്കുന്നത്. അപ്പൊ അതിന്റെ ഫലമായിട്ട് നമ്മൾ എപ്പോ നോക്കിയാലും എന്താ? ചന്ദ്രന്റെ ഒരു മുഖം മാത്രമാണ് നമ്മൾ കാണുന്നത്. കാരണം കറങ്ങാനും പരിക്രമണം നടത്താനും അവൻ ഒരേ സമയം തന്നെ എടുക്കുന്നത്. അതുകൊണ്ടാണ് അവന്റെ ഒരേ വശം നമ്മളെപ്പോഴും കാണുന്നത്. ഇനി നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതാണെന്ന് അറിയാലോ. സ്വയം പ്രകാശിക്കുന്ന ആകാശഗോളങ്ങളാണ് നക്ഷത്രം. ഈ നക്ഷത്രത്തിൽ നിന്ന് നേരെയാണല്ലോ പ്രകാശം വരുന്നത്. അപ്പൊ നക്ഷത്രത്തിൽ നിന്ന് വരുന്ന പ്രകാശം അന്തരീക്ഷത്തിലേക്ക് ഇങ്ങനെ പതിക്കുമ്പോൾ അന്തരീക്ഷത്തിൽ എന്തുണ്ട്? വിവിധ പാളികളുണ്ട്. അപ്പൊ ഈ പാളികളിലൂടെ ഈ പ്രകാശം കടക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്? അപവർത്തനം സംഭവിക്കത്തില്ലേ? അപ്പോ ഇത്തരത്തിലെ പാളികളിലൂടെ കടക്കുമ്പോൾ നിരന്തരമായിട്ട് അപവർത്തനവും അതിന്റെ ഫലമായിട്ട് ദിശാമാറ്റവും ഉണ്ടാവുന്നു. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെയുള്ള പ്രകാശത്തിന്റെ മൂവ്മെന്റ് നമുക്ക് എന്ത്
നക്ഷത്രങ്ങൾ ഇങ്ങനെ മിന്നി തിളങ്ങുന്നുണ്ടെന്ന്. ഈ വേട്ടക്കാരൻ അഥവാ ഒറിയോൺ, അതായത് പണ്ട് മരുഭൂമിയിലൂടെ കടലിലൂടെയൊക്കെ സഞ്ചരിക്കുന്ന ആളുകൾ ദിശ അറിയാനായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു നക്ഷത്ര ഗണമാണ് എന്ത് വേട്ടക്കാരൻ എന്ന് പറയുന്നത്. ഇത് കാശ്യപി, അതായത് ഒക്ടോബർ മുതൽ ഡിസംബർ വരെ മാസങ്ങളിൽ സന്ധ്യാസമയത്ത് വടക്കൻ ആകാശത്താണ് എന്തിനെ കാണുന്നത്? കാശ്യപിയെ കാണുന്നത്. ഇത് മലയാള മാസവും താരാഗണവും, അതായത് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തില് തലയ്ക്ക് മുകളിൽ അല്പം തെക്കോട്ട് മാറി ശോഭയുള്ള ഒരു കൂട്ടം നക്ഷത്രത്തെ കാണാം. അത് ചേർത്ത് വരയ്ക്കുമ്പോൾ ഒരു തേളിന്റെ ആകൃതിയാണ് കിട്ടുന്നത്. അപ്പൊ ഇതിനെയാണ് വൃശ്ചികം എന്ന് പറയുന്നത്. അപ്പൊ തേൾ രൂപത്തിലുള്ള നക്ഷത്രക്കൂട്ടമാണ് വൃശ്ചികം. ാണ് ചേർക്കാൻ പിരിക്കാം. അപ്പൊ അതിൽ നമുക്ക് തന്മാത്ര അഥവാ മോളിക്കൂൾ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്. എന്താണ് ഈ തന്മാത്ര? അതായത് ഒരു പദാർത്ഥത്തിന്റെ എല്ലാ ഗുണങ്ങളും നിലനിർത്തുന്ന അതിന്റെ ഏറ്റവും ചെറിയ കണികയാണ് എന്ത് പറയുന്നത്? തന്മാത്ര എന്ന് പറയുന്നത്. ഖരം, ദ്രാവകം, വാതകം എന്നീ അവസ്ഥകളിലുള്ള പദാർത്ഥങ്ങൾ മാത്രകളാൽ നിർമ്മിതമാണ്. ഒരു പദാർത്ഥത്തിന്റെ എല്ലാ ഗുണങ്ങളും നിലനിർത്തുന്ന ഏറ്റവും ചെറിയ കണിക തന്മാത്ര. ഇനി മിശ്രിതം അഥവാ മിക്സ്ചർ എന്ന് പറയുന്ന കൺസെപ്റ്റ്, അതായത് ഒന്നിൽ കൂടുതൽ ഇനം തന്മാത്രകൾ ഒരു പദാർത്ഥത്തിൽ അടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം? മിശ്രിതം എന്ന് പറയാം. പഞ്ചസാര ലായനി ഒരു മിശ്രിതമാണ്. അതിൽ എന്തൊക്കെയുണ്ട്? പഞ്ചസാരയും ജലവും ഉണ്ട്. ഇനി സോഡ, അതിലെന്തുണ്ട്? ജലവും കാർബൺ ഡൈ ഓക്സൈഡും ഉണ്ട്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. സോഡ എന്താണ്? ജലവും കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. പിന്നെ ഹോമോജിനസ് മിക്സ്ചർ അഥവാ ഏകാത്മക മിശ്രിതം, കേൾക്കുമ്പോഴേ ഒരെണ്ണം എന്ന് മനസ്സിലാവും. അതായത് ഒരു മിശ്രിതത്തിന്റെ എല്ലാ ഭാഗവും ഒരേ ഗുണം കാണിക്കുകയാണെങ്കിൽ ഇത്തരം മിശ്രിതത്തെ നമുക്ക് ഏകാത്മക മിശ്രിതം എന്ന് പറയാം. ഉദാഹരണത്തിന് പാലും വെള്ളം, ഉപ്പുവെള്ളം, ഇതൊക്കെ ഒരേപോലെയാണ്, ഒരേ ഗുണം കാണിക്കും. ഇനി മിശ്രിതം അഥവാ ഹെട്രോജിനസ് മിക്സ്ചർ, അതായത് ഒരു മിശ്രിതത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങൾ വ്യത്യസ്ത ഗുണങ്ങളാണ് കാണിക്കുന്നതെങ്കിൽ അതിനെ ഭിന്നാത്മക മിശ്രിതം എന്ന് പറയും. കുറച്ച് മണ്ണെടുത്ത് വെള്ളത്തിൽ കലക്കുക, അപ്പോ മിശ്രിതത്തില് മണ്ണ് താഴെയും ജലം മേളിലുമായിട്ട് കിടക്കും. അപ്പൊ എല്ലാ സ്ഥലത്തും ഒരേ പ്രോപ്പർട്ടി അല്ല കാണിക്കുന്നത്. അപ്പൊ ഹെട്രോജിനസ് മിക്സ്ചർ അഥവാ ഭിന്നാത്മക മിശ്രിതമായിട്ട് പറയാം. ഇനി അടുത്തതാണ് മിശ്രിതത്തിലെ ഘടകവസ്തുക്കളെ അടിയിച്ച് മുകൾ ഭാഗത്തുള്ള ദ്രാവകത്തെ ഊറ്റിയെടുക്കുന്നതിന് നമുക്ക് എന്താ പറയാം? നമ്മൾ ഊറ്റിയെടുക്കുക എന്ന് പറയാം, അല്ലെ? തെളിയൂറ്റൽ എന്നാണ് പറയുന്നത്. ഇനി അരിച്ചു മാറ്റുകയാണെങ്കിൽ അതിനെന്ത് പറയും? ആ പ്രോസസ്സിനെ എന്ത് പറയും? അരിക്കൽ എന്ന് പറയും. ഇനി ഒരു ദ്രാവകത്തില് ലയിച്ചു ചേർന്നിട്ടുള്ളതിനെ മാറ്റാൻ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ബാഷ്പീകരണം നടത്താം. അതായത് കടൽ ജലത്തിൽ നിന്ന് ഉപ്പ് വേർതിരിച്ചെടുക്കാൻ ഏതാ പ്രവർത്തനമാണ് ചെയ്യുന്നത്? ബാഷ്പീകരണമാണ് ചെയ്യുന്നത്. അതായത് ഒരു ദ്രാവകം താപം സ്വീകരിച്ച് അതിന്റെ ബാഷ്പമായിട്ട് മാറുന്ന പ്രവർത്തനത്തെ നമുക്ക് ബാഷ്പീകരണം അഥവാ ഇവാപ്പറേഷൻ എന്ന് പറയാം. ചാപ്റ്ററിലേക്ക് പോവാണ്. രൂപത്തിനും ബലത്തിനും. ഇത് ഓൾറെഡി നമ്മൾ അസ്ഥികളുടെ ക്ലാസ്സിൽ പഠിപ്പിച്ചതാണ്. അപ്പൊ അതില് ജീവികൾക്ക് ഈ പറയുന്ന ഇതുപോലുള്ള സ്കെലിറ്റൻ എന്തിനാ? ഒരു രൂപം കൊടുക്കാനാ. ഇപ്പൊ നമുക്ക് തന്നെ ഇങ്ങനെ ഇരിക്കാൻ പറ്റും, നമുക്ക് അസ്ഥി ഉള്ളത് കൊണ്ടല്ലേ? ഈ പറയുന്ന ഒച്ച്, വണ്ട്, ഞണ്ട്, ചിപ്പി, പഴുതാര, തേരട്ട ഇവരുടെയൊക്കെ ശരീരത്തിന്റെ പുറത്ത് കട്ടിയുള്ള ഒരു ആവരണം ഉണ്ടല്ലോ. അപ്പൊ ഇതെന്തിനാണ് ഇവർക്ക് പ്രയോജനം? ഇതുകൊണ്ട് അതായത് ശരീരഭാഗത്തെ സംരക്ഷിക്കാനും ഇവരുടെ ആകൃതി നിലനിർത്തുവാനുമാണ് ഇത്. ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാനും ഒക്കെയാണ്. ശരീരത്തിന്റെ പുറത്തുള്ള ഇത്തരം ആവരണങ്ങളെയാണ് ബാഹ്യാസ്ഥികൂടം അഥവാ എക്സോസ്കെലിറ്റൻ എന്ന് പറയുന്നത്. നമുക്ക് മനുഷ്യർക്ക് എങ്ങനെയാ? അവരുടെ ഉള്ളിലാണ്, അല്ലെ? അപ്പൊ ദേ ആട്, പശു, മനുഷ്യർ ഇവർക്കൊക്കെ പശു, ആട് തുടങ്ങിയ ജീവികളുടെ അസ്ഥികൂടങ്ങൾ ശരീരത്തിന് ഉള്ളിലാണുള്ളത്. അപ്പൊ ഇവയെ പറയുന്ന പേരാണ് ആന്തരിക അസ്ഥികൂടം അഥവാ എൻഡോസ്കെലിറ്റൻ. അതുപോലെ വണ്ടൊക്കെ മുൻകാല ചോദ്യമാണ് കേട്ടോ. ബാഹ്യാസ്ഥികൂടമുള്ള ജീവിക്ക് ഉദാഹരണമാണ് ഡാഷ്. വണ്ടുണ്ടായിരുന്നു ആൻസർ. നമ്മുടെ ശരീരത്തിലെ വിവിധ തരം അസ്ഥികളും അവരുടെ ഫംഗ്ഷനുമാണ് പറയുന്നത്. തലയോട്, വാരിയെല്ല്, നട്ടെല്ല്, മറ്റെല്ലുകൾ എന്നിവ ആകൃതിയും വലിപ്പവും ഒക്കെ വ്യത്യാസപ്പെട്ടവയാണ്. ഇതിനൊക്കെ ഓരോ ഫംഗ്ഷനും ഉണ്ട്. തലയോട് എന്താ ചെയ്യുന്നത്? നമ്മുടെ തലച്ചോറിനെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നു. അതുപോലെ തലയോടില് കീഴ്ത്താടി എല്ലിന് മാത്രമാണ് എന്ത്? ചലനശേഷി ഉള്ളത്. അതുപോലെ നമ്മുടെ ശരീരത്തില് ഏറ്റവും ബലമുള്ള എല്ലുകളും കീഴ്ത്താടിയെല്ലാണ്. ഈ ശരീരത്തെ നേരെ നിർത്തുന്ന ഏതാണ്? നട്ടെല്ലാണ്. അതുപോലെ നട്ടെല്ലിന് ഏൽക്കുന്ന ക്ഷതം ആജീവനാന്ത തളർച്ചയ്ക്കൊക്കെ കാരണമാവാറുണ്ട്. അതുപോലെ ശ്വാസകോശം, ഹൃദയം എന്നിവയൊക്കെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നത് എന്താണ്? നെഞ്ചത്തൊക്കെ ഉള്ള വാരിയെല്ലാണ്. ഇനി മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി PSC ചോദിക്കാറുള്ളതാണ് ഏതാണ്? തൊണയിലാണ്, ഫീമർ ആണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ചെവിക്കുള്ളിലെ സ്റ്റേപ്പിസ് ആണ്. പിന്നെ അടുത്ത ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, ഒരു കുട്ടി ജനിക്കുമ്പോൾ അതിന്റെ ശരീരത്തില് 3000 എല്ലുകളുണ്ട്. വലുതാകും തോറും എന്താ? എല്ലിന്റെ എണ്ണം കുറഞ്ഞിട്ട് ഇവ തമ്മിൽ, അതായത് പല പല കഷ്ണങ്ങളായിട്ടുള്ളത് യോജിച്ചിട്ട് 206 ആയിട്ട് കുറയും. ഇപ്പൊ കുട്ടികളിൽ ജനിക്കുമ്പോൾ 300 ഉണ്ട്, ഇമ്പോർട്ടന്റ് ആണ് 300. പിന്നെ 206 ആയിട്ട് അത് കുറയും. പിന്നെ ഓരോ സ്ഥലത്തും എത്ര എല്ലുണ്ടെന്നത് ഇമ്പോർട്ടന്റ് ആണ്. തലയോടില് 22 ഉണ്ട്. പിന്നെ വാരിയെല്ല് 24 ഉണ്ട്. അത് നമുക്ക് അറിയാൻ പറ്റുമല്ലേ?
ഭക്ഷണമൊക്കെ കഴിക്കാതെ എല്ലി മേലിഞ്ഞിരിക്കുമ്പോൾ ഇങ്ങനെ എണ്ണി എടുക്കാൻ പറ്റും. 24. പിന്നെ കാലില് 30 ഉണ്ട്, ഓരോ കാലിലും 30. പിന്നെ അരക്കെട്ടില് 2 ഉള്ളത്. നട്ടെല്ല് 33. കയ്യില് ഓരോ കയ്യിലും 32. മാറല്ലില് സ്റ്റെർണം എന്ന് പറയുന്നുണ്ട്, 1 മാറല്ലില്. ഈ ഇതെല്ലാം ഇപ്പൊ കൊടുത്തേക്കുന്ന എല്ലാം കാണാതെ അങ്ങ് പഠിച്ചു വെക്കേണ്ടതാണ് കേട്ടോ. ഇത് നമ്മുടെ ഈ ചെവിയിലും മൂക്കിന്റെ ഇവിടെയൊക്കെ കാണുന്ന മൃദുവായ അസ്ഥി ഉണ്ടല്ലോ, അതിനെ പറയുന്ന പേരാണ് തരുണാസ്ഥികൾ അഥവാ കാർട്ടിലേജ്. കുട്ടികളിൽ ഈ തരുണാസ്ഥികളുടെ എണ്ണം കൂടുതലായിരിക്കും. പിന്നെ പലതരം ചലനങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും ഒക്കെ നമ്മളെ സഹായിക്കുന്നത് അസ്ഥിയെ ബന്ധിപ്പിച്ചു വെച്ചിരിക്കുന്ന അസ്ഥിസന്ധികൾ അഥവാ ജോയിന്റ്സിന്റെ സഹായത്താലാണ്. ഇനി നമ്മൾ വിവിധതരം സന്ധികളെ പറ്റിയാണ് പഠിക്കുന്നത്. ഇത് ഓൾറെഡി ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചിട്ടുണ്ട്, ഓർത്ത് വയ്ക്കാനുള്ള കോഡൊക്കെ ചേർത്ത് എടുത്തിട്ടുള്ളതാണ്. നമ്മുടെ മനുഷ്യ ശരീരത്തിലെ വിവിധതരം സന്ധികളെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. അടുത്താണ് ഗോളരസന്ധി. ഗോളരസന്ധി ഈ തോള് എല്ലിലും അതുപോലെ ഇടുപ്പെല്ലിലും. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ചലന സ്വാതന്ത്ര്യമുള്ള അസ്ഥിയാണ്, അസ്ഥിസന്ധിയാണ് ഗോളരസന്ധി. അതായത് ഒരു അസ്ഥിയുടെ അറ്റത്തുള്ള ഉരുണ്ട ഭാഗം മറ്റൊരു അസ്ഥിയുടെ കുഴിയിലേക്ക് തിരിയുന്ന രീതിയിൽ സെറ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ ചലന സ്വാതന്ത്ര്യം കൂടുതൽ. അതുകൊണ്ടാണ് നമുക്കിങ്ങനെ കൈ കറക്കാനും കാല് കറക്കാനൊക്കെ പറയുന്നത്. അപ്പൊ നമുക്ക് ബോൾ കളിക്കാനൊക്കെ സഹായിക്കുന്ന സന്ധി ഏതാ? ഗോളം വെച്ചിട്ടല്ലേ ബോൾ കളിക്കുന്നത് അല്ലേ, ഇത് ഗോളരസന്ധിയാണ് അഥവാ ബോൾ ഇവിടെ പേരുണ്ട്, ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ്, അങ്ങനെ ഓർത്താൽ മതി. പിന്നെ അടുത്താണ് വിജാഗിരി സന്ധി. അതായത് നമ്മൾ ജനൽ തുറക്കാൻ സഹായിക്കുന്നത് ഇങ്ങനെയല്ലേ ജനൽ തുറക്കുന്നത്, അതായത് ഇവിടെ ഉള്ള സന്ധി അല്ലെ ഇവിടെ ഉള്ള സന്ധിയാണ് നമുക്ക് ജനൽ തുറക്കാൻ പറ്റുന്നത്. അപ്പൊ കൈമുട്ട് കാൽമുട്ട് അവിടെ കാണപ്പെടുന്ന സന്ധിയാണ് ഇത് ഹിഞ്ച് ജോയിന്റ് അഥവാ വിജാഗിരി സന്ധി. അതായത് വിജാഗിരി പോലെ ഒരു ഭാഗത്തേക്ക് മാത്രമേ ചലിക്കുള്ളൂ. അത് നമുക്ക് ഇങ്ങനെ വെക്കാം, തിരിച്ചിങ്ങോട്ട് വെച്ചാൽ ഒടിഞ്ഞു പോകും. കാലും അതുപോലെ തന്നെ ബാക്കിലേക്ക് മടക്കാം, മേളിലേക്ക് വെക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ വിജാഗിരി പോലെ ഒരു ഭാഗത്തേക്ക് മാത്രം ചലന സ്വാതന്ത്ര്യം ഉള്ളതാണ് ഇത് വിജാഗിരി സന്ധി. അതാണ് കീലസന്ധി അഥവാ ഈ കഴുത്തിൽ കാണുന്നില്ല, ഇങ്ങനെ തിരിക്കാൻ പറ്റുന്നില്ല, അത് തലയോടും നട്ടെല്ലിന്റെ മുകൾ ഭാഗവും ചേരുന്ന സ്ഥലത്താണ് കീലസന്ധി കാണപ്പെടുന്നത് അഥവാ പൈവോട്ട് ജോയിന്റ്. ഒരു അസ്ഥി മറ്റൊന്നിൽ ഇരു ദിശകളിലേക്കും തിരിയുന്ന രീതിയിലാണ് ഒരു കീലസന്ധി ഉള്ളത്. പിന്നെ അടുത്താണ് അസ്ഥിഭംഗം. അസ്ഥിഭംഗം എന്ന് വെച്ചാൽ എന്താ? അസ്ഥി ഒടിയുന്നതിനെയാണ് അസ്ഥിഭംഗം എന്ന് പറയുന്നത്. ചിലപ്പോൾ ഈ അസ്ഥി സ്ഥാനം മാറിപ്പോവാണ്ട്, സ്ഥാനം തെറ്റിപ്പോയി പിടിച്ചിങ്ങനെ കൊഴ തിരിച്ചിടുന്നൊക്കെ കേട്ടിട്ടില്ലേ? അപ്പൊ ഈ സ്ഥാനം തെറ്റി പോകുന്നതിനാണ് സ്ഥാനഭ്രംശം എന്ന് പറയുന്നത്. അതുപോലെ കൈയും കാലൊക്കെ ഒടിയുമ്പോ ഒരു സംഭവം വെച്ച് ഇങ്ങനെ കെട്ടത്തില്ലേ, അപ്പൊ അതിന്റെ പേരാണ് സ്പ്ലിന്റ് എന്ന് പറയുന്നത്. അപ്പൊ മരം, പ്ലാസ്റ്റിക്, ലോഹം എന്നിവയിൽ ഏതെങ്കിലും കൊണ്ട് നിർമ്മിച്ച ഉറപ്പുള്ള താങ്ങുപലകയാണ് നമ്മൾ എന്ന് പറയുന്നത് സ്പ്ലിന്റ് എന്ന് പറയുന്നത്. കൈകാലുകളിലെ ഒടിവുള്ള എല്ല് നിശ്ചലമാക്കി വെക്കാനായിട്ട് സ്പ്ലിന്റ് വെച്ച് കെട്ടുന്നു. അപ്പൊ ഇത്രയൊക്കെ പോയിന്റ്സേ ഉള്ളൂ 6ാം ക്ലാസ് പാർട്ട് 2-ല്. ഇതൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതുപോലെ LP UPയുടെ ഭാഷാപരത്തിന്റെ റിവിഷൻ നടക്കുന്നുണ്ട്. ഫ്രണ്ട്ലി PC ടെലഗ്രാമിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് അതിൽ നിങ്ങൾക്ക് പഠിച്ച് മോക്ക് ടെസ്റ്റ് എഴുതാൻ ഫ്രീ ആണല്ല. അതുപോലെ ജനറൽ PSC പരീക്ഷകൾക്കായിട്ടുള്ള മലയാളം, അതായത് LDC ഡിഗ്രി ലെവല്, CPO തുടങ്ങിയ പരീക്ഷയ്ക്ക് മലയാളം മാത്രം നമ്മുടെ ഫ്രണ്ട്ലി PSCയിൽ ആപ്പില് പെയ്ഡ് ക്ലാസ് ഉണ്ട്. വേണം എന്നുള്ളവർക്ക്, മലയാളം ബുദ്ധിമുട്ടുന്നവർക്ക് ജോയിൻ ചെയ്യാം. പിന്നെ ഫ്രണ്ട്ലി PSCയുടെ മലയാളം PYQ ബുക്ക് വാങ്ങാത്തവര് വാങ്ങുക. അപ്പൊ വാട്സപ്പ് അയച്ചാൽ നിങ്ങൾക്ക് ബുക്ക് ലഭിക്കുന്നതാണ്. അപ്പൊ നമ്മൾ SCERT 6-ലെ സയൻസ് പാർട്ട് 1 പാർട്ട് 2 പഠിച്ചു. ഇനി SCERT സയൻസ് 7-ലെ പാർട്ട് 1 ക്ലാസ്സുമായിട്ട് അടുത്ത ദിവസം കാണാം. ഓക്കെ, ബൈ.